Hello, my dear students. Today we will study about the RLC series circuits. The resistor R, an inductor L, and a capacitor C is connected in series with an AC voltage V. Here we will connect an AC voltage. The current through the circuit can be represented by using the letter I. And voltage drop across this resistor can be represented as VR, and voltage drop across the inductor can be represented by the notation VL, and voltage drop across the capacitor can be represented by the letter VC. Now നമുക്ക് ഈ സർക്യൂട്ട്സിനകത്ത് ഓരോ കമ്പോണൻറ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജും കറണ്ടും അല്ലെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ വോൾട്ടേജും കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻ കേസ് ഓഫ് റെസിസ്റ്റർ the voltage and current are in phase. Here it is voltage and here it is the current. These are in phase with the voltage and current. In case of inductor, the voltage ഇൻഡക്ടറിനകത്ത് വോൾട്ടേജ് ഈ ഡയറക്ഷനിലാണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. സിമിലർലി ഇൻ കേസ് ഓഫ് കപ്പാസിറ്റർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ again 90 degree out of phase. Here the current leads. So you should remember the code word ICE. I-C-E. In this letter the ICE word C represents the capacitor and I for the current through the circuit. And E represented the voltage. Here in case of capacitor the current is the first letter, means current leads the voltage by 90 degree. The reverse will be happen in case of inductor. ഇനി ഇതിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻസ് ആണ്. റിയാക്റ്റൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC വിൽ ബി ഈക്വൽ ടു 1/2πfc. Similarly, the inductive reactance XL is equal to 2πfL. ഇനി ഈ സർക്യൂട്ട്സ് കോമ്പിനേഷനിൽ ഇത് ചില കേസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കും ഹൈ വാല്യൂ, ചില കേസിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ആയിരിക്കും ഹൈ വാല്യൂ. തേർഡ് കേസ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആവുന്ന കണ്ടീഷൻ. സോ വി ക്യാൻ ഡിവൈഡ് ദ കണ്ടീഷൻസ് ഇൻറ്റു 3. ഫസ്റ്റ് വൺ ഈസ് XL greater than XC. What happened? XL greater than XC. The XL is the higher value. Means this circuit acts as a inductive circuit. This circuit acts as an inductive circuit. Second case എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XC greater than XL. In that case XC is the predominant value, so this circuit acts as a capacitive circuit. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്നത് ഇത് ഈ റിലേഷൻ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഓഫ് ദിസ് കോമ്പിനേഷൻ വരയ്ക്കാൻ പറയും. അപ്പോൾ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനുണ്ട്. I is equal to V/Z എന്ന് പറയുന്നത് V/R എന്ന് പറഞ്ഞാൽ V/Z എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ അപ്പോൾ കറണ്ട് ലീഡ് ചെയ്യണോ ലാഗ് ചെയ്യണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നോക്കണം. XL ആണ് ഗ്രേറ്റർ എങ്കിൽ, XL എന്ന് പറഞ്ഞാൽ ഹയർ വാല്യൂ ആണെങ്കിൽ ഇത് ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇൻ കേസ് ഓഫ് ഇൻഡക്ടർ കറണ്ട് ലാഗ്സ്. XC ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ കപ്പാസിറ്റീവ് സർക്യൂട്ടാണ്, അപ്പോൾ കറണ്ട് ലീഡ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ വരയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത് കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. കപ്പാസിറ്റീവ് സർക്യൂട്ട്സിനാണ് വരയ്ക്കുന്നത്, ഇത് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ലീഡ് ചെയ്യാൻ നിൽക്കും, ഇത് ലാഗ് ചെയ്യാൻ നിൽക്കും. ഇനി തേർഡ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ XL is equal to XC. XL is equal to XC എന്ന് പറയുമ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ നമ്മുടെ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി സർക്യൂട്ട്സ് വിൽ ആക്ട്സ് ആസ് എ പ്യുവർ റെസിസ്റ്റർ.
റെസിസ്റ്റീവ് സർക്യൂട്ട്. ഇനി നെക്സ്റ്റ് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി അത്യാവശ്യം വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ഓഫ് ഇസഡ്. ഇസഡ് ഈസ് ദ ഇംപിഡൻസ് ഓൾ ടോട്ടൽ റിയാക്റ്റൻസ് ഓഫ് ദിസ് ഒപ്പോസിഷൻ. ടോട്ടൽ ഒപ്പോസിഷൻ ടു ദ എ സി സർക്യൂട്ടിനാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഇംപിഡൻസ് വിൽ ബി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ ഡിഫറൻസ് എക്സ് സി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കി എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സ് സി ആണെങ്കിൽ എക്സ് എൽ ഡിഫറൻസ് എക്സ് ഈസ് ഈക്വൽ ടു 0. ദെൻ ഇസഡ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ. ഇസഡ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ ഇവിടെ ലീഡാണോ ലാഗാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ ഫാക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇവിടെ കോസ് ഫൈ എന്നാണ് ഫൈ ആംഗിൾ. എത്ര ആംഗിളിലാണ് കറണ്ട് ലീഡ് ചെയ്യുന്നത് ലാഗ് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് ഓഫ് ആർ ബൈ ഇസഡ് ആണ്. ഇസഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി ആർ ഗിവൺ വാല്യൂ ആണ്. ദെൻ കോസ് ഇൻവേഴ്സ് ഓഫ് ആർ ബൈ ഇസഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദെൻ ദ പവർ കൺസ്യൂംഡ് ബൈ ദ സർക്യൂട്ട് എന്ന് പറയുന്നത് പവർ ഈസ് ഈക്വൽ ടു വി ഐ കോസ് 5. ഈ പ്യുവർ ഇൻഡക്ടർ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത്. ഇനി ഇൻ കേസസ് ഓഫ് സർക്യൂട്ട് ദർ ഈസ് ഓൺലി പ്യുവർ ഇൻഡക്ടർ. പ്യുവർ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കപ്പാസിറ്റർ ഇല്ല, റെസിസ്റ്റർ ഇല്ല. അപ്പോൾ അവിടെ കോസ് 5 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. ഇനി പ്യുവർ കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാലും കോസ് 5 എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പവർ വാല്യൂ പ്യുവർ ഇൻഡക്ടറിലും പ്യുവർ കപ്പാസിറ്ററിലും പവറിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം.